കാറിനും വീടിനുമൊക്കെയായി ലോൺ എടുക്കാൻ പോകുമ്പോഴായിരിക്കും പലരും ജീവിതത്തിൽ ആദ്യമായി സിബിൽ സ്കോർ എന്ന് കേട്ടിട്ടുണ്ടാവുക. ഈ സിബിൽ സ്കോർ കുറഞ്ഞതിന്റെ പേരിൽ പലർക്കും പലപ്പോഴും ലോണുകൾ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ ഇൻട്രസ്റ്റിൽ ലോണുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് സിബിൽ സ്കോർ? എന്തൊക്കെ കാര്യങ്ങളാണ് സിബിൽ സ്കോറിനെ ബാധിക്കുന്നത്? നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്താണ് സിബിൽ സ്കോർ? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ? അതുപോലൊരു സാധനമാണ് ഈ സിബിൽ സ്കോർ. ഈ സിബിൽ സ്കോർ നോക്കിക്കൊണ്ടാണ് ബാങ്കുകളും മറ്റ് ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളും നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിലയിരുത്തുന്നത്. സിബിൽ സ്കോർ എന്നാൽ 300-നും 900-നും ഇടയിലുള്ള ഒരു മൂന്നക്ക സംഖ്യയാണ്. സിബിൽ സ്കോർ കൂടിയ ഒരു വ്യക്തിയെ ബാങ്കുകൾ കണക്കാക്കുന്നത് ആ വ്യക്തിക്ക് ലോണ് കൊടുത്താലും ബാങ്കിന് യാതൊരു പ്രശ്നവും ബാധിക്കില്ല എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് സിബിൽ സ്കോർ കൂടിയ ഒരു വ്യക്തിക്ക് എപ്പോഴും ലോണുകൾ പെട്ടെന്ന് തന്നെ അപ്രൂവ് ആവുന്നത്. നേരെ മറിച്ച് സിബിൽ സ്കോർ കുറഞ്ഞൊരു വ്യക്തിക്ക് ഏതൊരു ബാങ്കും ലോണ് കൊടുക്കാൻ ഒന്നും മടിക്കും. ഇനി കൊടുത്താൽ തന്നെ ഉയർന്ന ഇൻട്രസ്റ്റ് നിരക്കിലോ ഇനി അതല്ലെങ്കിൽ കുറഞ്ഞ കാലാവധിയിലോ ആയിരിക്കും ആ ഒരു ലോണ് അപ്രൂവ് ആവുന്നത്. സിബിൽ സ്കോർ എന്നാൽ അത് വെറുതെ കിട്ടുന്ന ഒരു നമ്പറൊന്നുമല്ല. നിങ്ങളുടെ പണമിടപാട് അടിസ്ഥാനമാക്കിക്കൊണ്ട് ക്രെഡിറ്റ് ബ്യൂറോകൾ കൊടുക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും സിബിൽ സ്കോർ ഉണ്ടാവുന്നത്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രെഡിറ്റ് ബ്യൂറോകൾ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്? അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ പേയ്മെന്റ് ഹിസ്റ്ററി. കൃത്യസമയത്ത് പേയ്മെന്റ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ പേയ്മെന്റ് ഡേറ്റ് വരുന്നത് 6-ാം തീയതിയാണ് എന്ന് വിചാരിക്കും. ആ പേയ്മെന്റ് 6-ാം തീയതിയോ അതിനു മുൻപുള്ള ദിവസങ്ങളിലോ ചെയ്തിരിക്കണം. വളരെ നിർബന്ധമാണ്. 6-ാം തീയതിക്ക് ശേഷം 7-ാം തീയതി അതല്ലെങ്കിൽ 8-ാം തീയതിയോ നിങ്ങൾ ചെയ്യുന്ന പേയ്മെന്റിനെ ലേറ്റ് പേയ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സിബിലിനെ നല്ല രീതിയിൽ ബാധിക്കുക തന്നെ ചെയ്യും. രണ്ടാമതായിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം. നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് 1 ലക്ഷം രൂപയാണ് എന്ന് വിചാരിക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് മാക്സിമം ലിമിറ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. അതുവഴി അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെയും ബാധിക്കും. മൂന്നാമത്തേത് ഓൺലൈൻ ഇൻസ്റ്റന്റ് ലോണുകൾ തരാമെന്ന് പറഞ്ഞു വരുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി ലോണിന് അപ്ലൈ ചെയ്യുന്നതും നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പല ആപ്പുകൾ മാറി മാറി ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ബ്യൂറോകൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എന്തോ വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ഫിൻടെക്കിന്റെ പുതിയ ഇന്നോവേഷൻ ബൈ നൗ പേ ലേറ്റർ. പറഞ്ഞു വരുന്നത് EMIസിനെ പറ്റിയാണ്. ഓൺലൈനായിട്ട് കിട്ടുന്ന EMIs. ഇതും ഒരു പരിധി വരെ നമ്മുടെ സിബിൽ സ്കോറിനെ ബാധിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ലോൺ എടുത്ത് EMI ഏതെങ്കിലും വിധത്തിൽ ഒന്നെങ്കിലും മുടങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും ആ കമ്പനികൾ ക്രെഡിറ്റ് ബ്യൂറോയെ റിപ്പോർട്ട് ചെയ്യുകയും അതുവഴി നമ്മുടെ സിബിൽ സ്കോറിനെയും ക്രെഡിറ്റ് സ്കോറിനെയും അത് ബാധിക്കുകയും ചെയ്യും. ഒരു നല്ല സിബിൽ സ്കോർ എന്നാൽ എത്രയാണ് നമുക്ക് നോക്കാം. 681-ന് താഴെയാണെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. 681 മുതൽ 730 വരെയാണെങ്കിൽ ആവറേജ് ആയും, 731 മുതൽ 770 വരെ ഫെയർ ആയിട്ടും, 771 മുതൽ 790 വരെ ഗുഡ് ആയിട്ടും, 790-ന് മുകളിലേക്ക് എക്സലന്റ് ആയിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 681-ൽ താഴെയാണ് സിബിൽ സ്കോർ എങ്കിൽ അത് വളരെ വലിയ പ്രശ്നം തന്നെയാണ്. ഒന്നെങ്കിൽ ലോണുകൾ റിജക്റ്റ് ചെയ്യപ്പെടും, അതല്ലെങ്കിൽ കൂടിയ പലിശയിലായിരിക്കും ബാങ്കുകളോ മറ്റ് ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളോ നിങ്ങൾക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ സിബിൽ സ്കോർ എന്നൊക്കെ തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ പണ്ട് സ്കൂളിലോ കോളേജിലൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ചില സുഹൃത്തുക്കളില്ലേ പണം കടമായിട്ട് വാങ്ങും, പിന്നീട് അത് ചോദിച്ചാൽ ഓരോ ഒഴിവ് പറഞ്ഞ് അത് നീട്ടി എങ്ങനെയെങ്കിലും തരാതിരിക്കാൻ നോക്കുന്ന സുഹൃത്തുക്കൾ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. ബാങ്കുകൾക്കും മറ്റ് ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റുന്നത്? അപ്പൊ അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സിബിൽ സ്കോർ. അപ്പൊ എങ്ങനെയാണ് അവനവന്റെ സിബിൽ സ്കോർ അറിയാൻ പറ്റുന്നത്? സിബിൽ സ്കോർ അറിയാൻ വേണ്ടിയിട്ട് ബാങ്കുകളുടെ ആപ്പ് വഴിയോ ഇനി അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള പേയ്മെന്റ് ആപ്പുകളില്ലേ, പേടിഎം, ഗൂഗിൾ പേ എന്നിങ്ങനെയുള്ള ആപ്പുകൾ വഴിയോ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും. സിബിൽ സ്കോർ ചെക്ക് ചെയ്താൽ അത് സിബിൽ സ്കോർ കുറയാനുള്ള ഒരു കാരണമാകുമോ? പലർക്കും ഉള്ളൊരു സംശയമാണത്. അതിനുള്ള ഉത്തരം കുറയുമെന്നും പറയാം, കുറയില്ല എന്നും പറയാം. ശ്രദ്ധിച്ചു കേൾക്ക്. നമുക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ 2 രീതികളാണുള്ളത്. ഒന്ന് സോഫ്റ്റ് എൻക്വയറി, 2 ഹാർഡ് എൻക്വയറി. നിങ്ങൾ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്ന രീതിയെയാണ് സോഫ്റ്റ് എൻക്വയറി എന്ന് പറയുക.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേടിഎമ്മോ ഗൂഗിൾ പേയോ എന്നിങ്ങനെയുള്ള ആപ്പുകൾ വഴിയോ ഇനി അതല്ലെങ്കിൽ ബാങ്കിൻ്റെ ആപ്പ് വഴിയോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സിബിൽ സ്കോർ നോക്കുന്ന രീതി ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കില്ല. രണ്ടാമത്തത് ഹാർഡ് എൻക്വയറി. ഹാർഡ് എൻക്വയറി എന്ന് പറഞ്ഞാൽ ബാങ്കുകളോ മറ്റ് ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളോ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നതിനെയാണ് ഹാർഡ് എൻക്വയറി എന്ന് പറയുന്നത്. ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരുപാട് ഹാർഡ് എൻക്വയറീസ് നടന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സിബിലിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് സിബിൽ സ്കോർ കുറഞ്ഞു പോയാൽ എങ്ങനെയാണ് അതിനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക? ഒന്നാമതായിട്ട് കറക്റ്റ് സമയത്ത് EMIകളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും പേ ചെയ്യുക എന്നുള്ളത്. രണ്ടാമതായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം അതിന്റെ ടോട്ടൽ ലിമിറ്റിന്റെ 30% കൂടാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും തുടർച്ചയായിട്ടുള്ള ലോൺ ആപ്ലിക്കേഷനുകൾ ഒഴിവാക്കുക. സിബിൽ സ്കോർ നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ്, പക്ഷേ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ ഏറ്റവും കുറഞ്ഞത് 6 മാസം മുതൽ 1 വർഷം വരെയൊക്കെ സമയമെടുക്കാം. അപ്പോൾ അതുകൊണ്ട് സിബിൽ സ്കോർ കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. സിബിൽ സ്കോർ എന്നാൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കൂടി റെപ്രസെന്റ് ചെയ്യുന്നൊരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ സിബിൽ സ്കോറിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ലൈഫ് പ്ലാൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുമുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.